ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നേ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി മാരാങ്കോട്. അപ്പോൾ ഇന്നത്തെ ഈ ഫാമിന് വളരെയധികം പ്രത്യേകത ഉണ്ട്. ഇത് ഏഞ്ചലിൻ്റെ മാത്രമായിട്ടുള്ളൊരു ഫാമാണ്. അത് ഒന്നൊന്നര ഫാമാണ് കേട്ടോ. അപ്പോൾ ആ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ കുളങ്ങളുടെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ കുളങ്ങൾ ഫുള്ള് നമ്മളെ ഏഞ്ചലിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് വരിക. ഏഞ്ചലിനെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഏഞ്ചലിൻ്റെ മാത്രമായിട്ട് ഇങ്ങനെ ഒരു ഫാം വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഫാമാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫാം ഓണറെ പരിചയപ്പെടാം. പേര് നെൽസൺ. അപ്പോൾ ഏഞ്ചൽ മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലേ? ഏഞ്ചൽ മാത്രം. എത്ര വെറൈറ്റി ഏഞ്ചൽ ഉണ്ട്? ഏകദേശം 8-9 വെറൈറ്റീസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. 9 വെറൈറ്റി. 9 വെറൈറ്റി ഏഞ്ചൽ ഉണ്ട് കേട്ടോ. അത് വലിയ സൈസിലുള്ളതും ചെറിയ സൈസിലുള്ളതുണ്ട്. എല്ലാ മാസം ഓരോ കുളങ്ങളിൽ പിടിച്ചു പോകും. അതിനനുസരിച്ച് എല്ലാ മാസവും ഇറക്കും ചെയ്യും. ഓ, ഇവിടെ തന്നെ ബ്രീഡ് ആണതല്ലേ? നമ്മൾ തന്നെ ബ്രീഡ് ചെയ്തിട്ട് ഇത് നമ്മൾ ഈ കുളങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കുന്നതൊക്കെ ഇവിടെ ബ്രീഡ് ആയതാണ്. നമ്മൾ ബ്രീഡ് ചെയ്തതാണ്. ഓ, അപ്പോൾ അതാണ് ഈ ഒരു ഫാമിൻ്റെ പ്രത്യേകത. ഏഞ്ചൽ മാത്രമേ ഉള്ളൂ. ഏകദേശം 8-9 വെറൈറ്റി ഏഞ്ചലുകൾ ഇവിടെ സെയിലിനുണ്ട്. അതെങ്ങനെ റീറ്റെയിലും ഹോൾസെയിലും ഒക്കെ ഉണ്ടാവും? നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ആ ഏഞ്ചലിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതവിടെ ഈ കുളങ്ങളിലെ സെക്ഷനിലേക്ക് വീഡിയോ എടുക്കുക. കാരണം നല്ല മഴയുള്ള സീസണിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ പുറത്തുള്ള ആ ഒരു സെക്ഷൻ എടുത്തിട്ട് നമുക്ക് ബ്രീഡിംഗ് സെക്ഷൻ എവിടെയാണ്? വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് സ്ഥലം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ എടുത്തിട്ട് അവിടെ പോകാം. അപ്പോൾ ഇത് കറക്റ്റ് സ്ഥലം ഒന്നും പറഞ്ഞെടുത്തോളൂ. ഇവിടെ നമ്മൾ ചാലക്കുടിയിൽ നിന്ന് ഒരു 11 കിലോമീറ്റർ മാരാങ്കോട് എന്ന് പറയും. മാരാങ്കോട്. നമ്മൾ ഫാമിൻ്റെ പേരെന്താ? ലൈഫ് അക്വാട്ടിക് അതാണ് ഫാമിൻ്റെ പേര് അല്ലേ? അപ്പോൾ നമുക്കിന്ന് ഇവിടെ ഓരോന്ന് നോക്കി നോക്കില്ല, എന്നാൽ ഗ്ലാസ്സൊക്കെ എടുത്ത് നോക്കിയിട്ട് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ആ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഔട്ട്ഡോർ ആയിട്ടുള്ള ആ ഒരു ഫാമിലാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നല്ല മഴയും കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളിപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ ഒരു ഫുള്ള് ടാങ്ക് നിറഞ്ഞിരിക്കുന്ന ഒരു ഏഞ്ചലിൻ്റെ സെക്ഷൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അന്നപ്പോൾ അത്ഭുതപ്പെട്ട് നമ്മൾ കൊയ്ക്കാർപ്പ്, ഓസ്കാർ എന്നുള്ള ഫിഷുകൾ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒന്നിച്ച് വരുന്നു. ആ ഒരു സംഭവമാണ് ഏഞ്ചൽ ഇവിടെ നടക്കുന്നത്. വലിയ ഏഞ്ചലുണ്ട്, ചെറുതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ പോണ്ടിലാണ് ഇതൊരു സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ വാട്ടർ ക്ലീനിങ്ങും മറ്റേ കാര്യങ്ങളൊക്കെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ അതിന് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിൽ ഓണർ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ പോണ്ടിലും 8,000-10,000 പീസുകളാണ് ഓരോ പോണ്ടിലും ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഗ്ലാസ്സിലേക്ക് എടുത്ത് നോക്കണം. 5-8-9 വെറൈറ്റി ഏഞ്ചലുകളുണ്ട്. അപ്പോൾ നമ്മൾ എത്രയോ കാലം മുമ്പുള്ള ഒരു ഫിഷാണ് ഈ ഏഞ്ചൽ. ഇപ്പോഴും അതിന് നല്ല ഡിമാൻഡ് ഉണ്ട്. അതിൻ്റെ ആ ഭംഗി, വളർത്തേണ്ട ഈസിയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. ഇത് വളർത്തേണ്ട ഈസി ഉണ്ടാവണം ഇത്രയും ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ ഓണറോട് ഓരോ കാര്യങ്ങളും ചോദിച്ച് ഇതിലുള്ള ഏഞ്ചലിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്ലാസ്സിലേക്ക് എടുത്ത് നോക്കാം. അപ്പോൾ എന്തായാലും സാർ ഇപ്പോൾ ഈ ഒരു കുളം ഫസ്റ്റിലേക്ക് കാണുന്ന കുളം ഫുള്ള് നിറഞ്ഞിരിക്കുകയാണല്ലോ. ഫുൾ ഏഞ്ചലാണ്. ഏതിലുള്ളത്? ഇതിലിപ്പോൾ മാർബിള്, കോയി, മാർബിള് വെൽട്ടൈല്, പിന്നെ കോയി വെൽട്ടൈലുണ്ട്, പിന്നെ ബ്ലൂ ഏഞ്ചൽ ഉണ്ട്. 4-5 വെറൈറ്റി ഏകദേശം ഒരു 5,000-7,000 പീസിന്റെ അടുത്തുണ്ട് ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് ഇടുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇല്ല, നമ്മൾ അതിനനുസരിച്ച് ഡെയിലി വാട്ടർ ചേഞ്ച് ചെയ്യും. അതിനനുസരിച്ച് ആ സെയിം ഒരു 20% ഡെയിലി ചേഞ്ച് ചെയ്യും. അതിനനുസരിച്ച് തന്നെ ആ എത്ര വെള്ളം പുറത്തു പോകുന്നോ അതേ സെയിം വാട്ടർ തന്നെ അകത്തോട്ട് കയറും. കൊത്തൂട അങ്ങനെ പ്രശ്നങ്ങളില്ല. അങ്ങനത്തെ പ്രശ്നമുള്ളൂ. നമ്മൾ പ്രോപ്പറായിട്ട് 2-3 നേരം ഫീഡ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാറില്ല. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഏഞ്ചലിൻ്റെ പല വെറൈറ്റി ഏഞ്ചൽ ഒറ്റ കുളങ്ങളിൽ, അത് വലിയ സൈസിലുള്ളത്. അത് നമ്മൾ കൊയ്ക്കാർഫിനെയൊക്കെ നമ്മൾ അടുത്തേക്ക് ചെല്ലുന്ന മാതിരി അടുത്തേക്ക് വരുന്നുണ്ടല്ലേ? നമ്മൾ തീറ്റിട്ട് കൊടുക്കുന്നതനുസരിച്ച് അത് അങ്ങനെ വരും അല്ലേ? കാണാൻ നല്ല രസമായിട്ട്. നമ്മളിപ്പോൾ കൊയ്ക്കാർഫിൻ്റെ മറ്റേ ഓസ്കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കൂട്ടത്തോട് വരികയാണ് നമ്മൾ ഫുഡ് കൊടുക്കും. അതേമാതിരി തന്നെ ഏഞ്ചലാ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഏഞ്ചലുകൾ ഒരുമിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പോണ്ടിലുള്ള കുളം നമുക്ക് പിടിച്ചിട്ട് അക്കോർത്തി കിട്ടും അല്ലേ? എന്നിട്ട് നമുക്ക് അതിന്റെ ഭംഗിയൊക്കെ നോക്കാം. ഹോൾസെയിലും ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് റേറ്റ് ഒക്കെ? എങ്ങനെ ഒരു ബേസ് വെറൈറ്റി നമ്മൾ മെയിൻ ആയിട്ട് ഹോൾസെയിലാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ബേസ് വെറൈറ്റി ഒരു 20-25 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു 60-70 രൂപയുടെ വരെ വെറൈറ്റീസ് ഉണ്ട്, വരും. ആ റേഞ്ചിൽ വരും. അത് നമ്മൾ ഹോൾസെയിൽ എടുക്കുമ്പോൾ അതിനനുസരിച്ച് സ്പെഷ്യൽ റേറ്റും വരും. ഹോൾസെയിൽ നമ്മൾ നമ്പേഴ്സ് കൂടുതൽ നിൽക്കുന്നതനുസരിച്ച് നമുക്ക് റേറ്റ് വ്യത്യാസം വരും. ഇതിപ്പം മാർബിളാണ്. ഇതൊരു മാർബിൾ ഒരു മീഡിയം സൈസാണ്. പിന്നെ അതേമാതിരി തന്നെ പ്ലാറ്റിനം വൈറ്റ്. ഇത് പ്ലാറ്റിനം വൈറ്റ് അതാണ് ഇപ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്ലാറ്റിനം വൈറ്റ് മീഡിയം സൈസ്, നല്ല കളർഫുൾ അല്ലേ? പ്ലാറ്റിനം കളറായിട്ട്. നമ്മളിപ്പോൾ ഈ ഗ്ലാസ്സിലെടുത്തതേ ബ്രീഡിംഗ് സൈസ് ആയിട്ടുണ്ടോ? ഇല്ലില്ല, ഇത് നമ്മൾ ജസ്റ്റ് ഒരു 1.5 to 2 മാസത്തിൻ്റെ അടുത്തായിട്ടുള്ളൂ. അത്ര ആയിട്ടുള്ളൂ ഈ സൈസ്.
ഒരു ആവറേജ് സൈസ്. നമ്മൾ 2 സൈസിലാണ് മെയിനായിട്ട് സെയിൽ ചെയ്യുന്നത്. അത് ഈ ഒരു സൈസും പിന്നെ ഒരു ഫുൾ സൈസും സൈസിൽ. ഇതിലിപ്പോൾ നമുക്ക് ഫീമെയിലും മെയിലും പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, ഇത്രയും കൂടി സൈസ് ആയി കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. ഇതൊരു വേൾട്ടൈലിൻ്റെ ഒരു ഐറ്റം ആണ്. മാർബിൾ വേൾട്ടൈല്. ഇതാണ് നമുക്കിവിടെ ഇഷ്ടം പോലെ ഇപ്പോൾ കൊടുക്കാനായിട്ടുണ്ട്. ഇത് ഏകദേശം ഇപ്പോൾ നമുക്കൊരു 10,000 പീസിൻ്റെ മുകളിലുണ്ട്. നമുക്ക് എല്ലാ മാസവും ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ മാസമായിട്ടാണ് ഇറക്കണേ. ഇപ്പോൾ ഒരു മാസം ഒരു പോണ്ടിൽ ഇറക്കുന്നത് കറക്റ്റ് ഒരു 4 മാസം കഴിയുമ്പോൾ ആ പോണ്ടിൽ ഫുള്ളായിട്ട് പിടിക്കും. അങ്ങനെ കണ്ടിന്യൂസ്ലി ഓരോ മാസം ഒരു പോണ്ടിൽ നിന്ന് പിടിക്കുന്നതനുസരിച്ച് ആ പോണ്ടിൽ ഇറക്കിക്കൊണ്ടിരിക്കും. അടുത്ത് നമ്മൾ പോണ്ടെന്ന് എടുത്തത് ഇതിൽ മാർബിൾ വേൾട്ടൈല്. ഇതെല്ലാം വലിയ സൈസാണ്. മാർബിൾ പ്ലാറ്റിനം വലിയ സൈസ് ഉണ്ട്. ബ്ലൂ പിനോയ് ഏഞ്ചൽ ഉണ്ട്. ഇത് കോയി വെറൈറ്റിയാണ്. കോയില് ബിഗ് സൈസ് ആണ്. കോയി ഏഞ്ചൽ ഇത് വലിയ സൈസ് ആണല്ലോ. ഇത് ഫുൾ സൈസ് ആണ്. നമുക്ക് ബ്രീഡ് ചെയ്യണമെങ്കിൽ ബ്രീഡ് ചെയ്യാം. അങ്ങനെ എല്ലാ യൂസിനും പറ്റുന്നതാണ്. അടുത്തത് ഇത് ഗ്രീൻ പിനോയ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഏഞ്ചലാണ്. അതിൻ്റെ വാലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഫുൾ സൈസ്. അത് അത്യാവശ്യം നല്ല സൈസും വരുന്നൊരു ഏഞ്ചൽ തന്നെയാണ്. അടുത്തത് ഇത് DD ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതും അത്യാവശ്യം വാലും ചകമൊക്കെ അത്യാവശ്യം ഇത് ഇത്തിരി കൂടി സൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ടാങ്കിൽ ഇടുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു വെറൈറ്റിയാണ്. നമ്മൾ പോണ്ടിൽ നിന്ന് എടുത്ത് ഗ്ലാസ് ടാങ്കിൽ ഇടുമ്പോൾ കുറച്ചും കൂടി ഇതിന് കളറും കാര്യങ്ങളൊക്കെ വരും. 2 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് മാർബിളിൻ്റെ തന്നെ വേൾട്ടൈല്. ഇത് കുറച്ചും കൂടി വലുപ്പമുള്ളതുണ്ട് ഇതിൽ. പക്ഷെ നമുക്ക് ഇത്രയും വെള്ളത്തിൽ നിന്ന് ആയതുകൊണ്ട് പിടിച്ചെടുക്കാൻ കിട്ടുന്നില്ല. പിന്നെ ഇത് ബ്ലൂ ഏഞ്ചലിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ തന്നെ 2 വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ അടുത്ത്. ഇത് ആ ഒരു വെറൈറ്റിയാണ്. പിന്നെ മാർബിളുണ്ട്. മാർബിളിൻ്റെ തന്നെ ഇല്ല, ഇത് നോർമൽ അറിയില്ലല്ലോ. ഇതിൽ മെയിലും ഫീമെയിലും ഇതിനെ അറിയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റണതൊക്കെ ഇത് ഇവരുടെ മുകളിലെ ഹമ്പ് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഹമ്പ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഹമ്പ് ഉള്ളത് മെയിലും ഹമ്പ് കുറവുള്ളത് ഫീമെയിലും. ഇതിപ്പോ മെയിൽ എടുത്തത് അല്ലേ? ഇത് മെയിലാണ്. ഫീമെയിൽ ഇപ്പൊ എവിടെ നിന്നുള്ള കാണാൻ പറ്റുന്ന? ഫീമെയിൽ ഇതിൽ ഹമ്പ് ഇച്ചിരി കുറവായിരിക്കും. മെയിലിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി സൈസ് കുറവായിരിക്കും. നമ്മളെല്ലാം കാണിച്ചോ പേര്? ഇതിലൊരു വെറൈറ്റി കാണിച്ചു. ഇത് നമുക്ക് ഈ സൈസിലുള്ള ചെറുതുണ്ട്. ചെറുതുണ്ട്. നമുക്ക് 2 സൈസിലാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. അത് എല്ലായ്പ്പോഴും ഉണ്ടാവും. ഇതിപ്പോ നമുക്ക് ബ്രീഡിംഗ് സൈസ് ആയോ? ഇത് ബ്രീഡിംഗ് സൈസ് ആയി. ബ്രീഡിംഗ് സൈസ് ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്? ബ്രീഡിങ്ങിനായിട്ട് നമ്മൾ ഇതിൽ നല്ല കളേഴ്സും കാര്യങ്ങളും ഉള്ളതിനെ നോക്കി വെറൈറ്റീസിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒരു കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു പോണ്ടിൽ, മീൻസ് ഈ ഗ്ലാസ് ടാങ്കിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു പോണ്ടിലാക്കിയിട്ട് നമ്മൾ ഇടുകയാണ് ചെയ്യുക. അപ്പോൾ നോർമലി അവർ തന്നെ മെയിലും ഫീമെയിലും സെലക്ട് ആയിട്ട് സെപ്പറേറ്റ് തിരിഞ്ഞിരിക്കും. അങ്ങനെ ഇപ്പോൾ മാർബിൾ വെറൈറ്റി ആണെങ്കിൽ മാർബിളിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തിടും. അതേമാതിരി ഓരോ വെറൈറ്റീസിന് നമ്മൾ സെപ്പറേറ്റ് ആക്കി ഇടും. വേറെ ടാങ്കുകൾ നമ്മളൊരു 20 പീസൊക്കെ ആയിട്ടാണ് ഇടുക. ഒരു 6x4 സൈസ്, 6 അടി നീളവും 4 അടി വീതിയുള്ള ടാങ്കുകളിൽ, ചെറിയ ടാങ്കുകളിൽ നമ്മൾ ഇടുക ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവർ സെപ്പറേറ്റ് ആയിട്ട് തിരിഞ്ഞ് വരുമ്പോൾ നമ്മൾ പിടിച്ചിട്ട് ഒരു 1.5 അടി നീളത്തിലുള്ള അക്വേറിയങ്ങളിലാണ് ബ്രീഡിങ്ങിന് ഇടുക. അപ്പോൾ അങ്ങനെ അതൊരു സെപ്പറേറ്റ് നമ്മൾ പെയറായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മുട്ടയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് കൺഫേം പെയർ ആയിട്ടുണ്ടാവില്ലല്ലോ? അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ടാൽ തന്നെയാണ് കൺഫേം ആയിട്ട് പെയറായിട്ട് കിട്ടുള്ളൂ. നമുക്ക് ഇങ്ങനെ എടുത്ത് മെയിലും ഫീമെയിലും നോക്കി ഇടാം, ഇട്ട് നമുക്ക് പെയറാക്കി എടുക്കാം. പക്ഷെ അത് അവരുടേതായൊരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് അവർ തന്നെ ആവുമ്പോഴാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നാറ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ അങ്ങനെ ചെയ്യാറ്. നമ്മളായിട്ട് തന്നെ മെയിലും ഫീമെയിലായിട്ട് തിരഞ്ഞിടാറില്ല. ചിലത് 100% സക്സസ് ആവില്ല, ചിലത് കിട്ടും നമുക്ക്. പക്ഷേ 100% നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ. ഇത് പറഞ്ഞാൽ പണ്ടേക്കുള്ള ഒരു ഫിഷാണല്ലോ, എപ്പോഴും അതിന് ഡിമാൻഡുള്ള സംഭവം. ശരിക്കും ഏഞ്ചലിൻ്റെ ശരിക്കും എന്താണ് ഒരു പ്രത്യേകത? ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്തൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇതേമാതിരി ഒരു പോണ്ടിൽ ചെയ്യാൻ പറ്റും ഏറ്റവും ലാഭകരമായ ഫിഷ് ഏഞ്ചൽ തന്നെയാണ്. പിന്നെ നമുക്ക് വളർത്തിയെടുക്കാനും കാണാനും ഭംഗിക്കും എല്ലാ കാര്യത്തിനും കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളൊരു ഫിഷ് ഇതാണ്.
ഇതിൻ്റെ ലൈഫ് സ്പാനും അത്യാവശ്യം നല്ലോണം ഉണ്ട്. എത്ര ലൈഫ് സ്പാൻ വരുന്നുണ്ട്? ഇതിപ്പോൾ നമ്മുടെ തന്നെ ഒരു 3 വർഷം വരെയുള്ള ഏഞ്ചലുകൾ നമ്മുടെ അടുത്തുണ്ട്. നിൽക്കും. നമ്മൾ കണ്ടിന്യൂസ് ബ്രീഡ് ചെയ്യിക്കാണ്ട് നിൽക്കുവാണെങ്കിൽ നമുക്കൊരു 3 വർഷം വരെയൊക്കെ കിട്ടുന്നുണ്ട്. ഏഞ്ചൽ കിട്ടുന്നുണ്ട്. നമുക്ക് മാർബിളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് കിട്ടുക. അതൊരു 800 to 1200 വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കി വെറൈറ്റീസ് അനുസരിച്ച് കുറഞ്ഞു വരും. ഒരു 100 to 200, 300 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇവര് നമുക്ക് ഇൻബ്രീഡിംഗ് എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഇവർക്കുണ്ട് ഈ ഏഞ്ചലിന്? ഇല്ല, നമ്മൾക്ക് അങ്ങനെ ഒരു വലിയ പ്രശ്നം തോന്നാറില്ല. പിന്നെ ചില സമയത്ത് നമ്മൾ ഈ ക്രോസ് ബ്രീഡിങ്ങിന് വേണ്ടി നമ്മൾ ഫ്രണ്ട്സിനെ നിന്നൊക്കെ നമ്മൾ സെപ്പറേറ്റ് എടുക്കാറുണ്ട്. ഇടയ്ക്ക് നമ്മളിപ്പോൾ വേറെ ഫ്രണ്ട്സിനെ നിന്നൊക്കെ ഇതിൻ്റെ വെറൈറ്റീസിനെ എടുത്തുകൊണ്ട് വന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ കുഴപ്പമുണ്ടാവാറില്ല. ഇവർ കുഞ്ഞുങ്ങളെ നല്ല നോക്കി വളർത്തുന്നവരല്ലേ? നമ്മൾ ആർട്ടിമിയ കൊടുക്കുന്ന വരെ തന്നെ നമ്മൾ ഗ്ലാസ് ടാങ്കിൽ തന്നെയാണ് നിർത്തുക. അത് കഴിയുമ്പോഴാണ് പതിയെ ചെറിയ ടാങ്കുകളിലേക്ക് സെപ്പറേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു ബട്ടൺ സൈസിന് മുകളിലായി കഴിയുമ്പോൾ നമ്മൾ ഇതേമാതിരി പോണ്ടിൽ ഇറക്കുക ചെയ്യുന്നത്. അപ്പോൾ വേഗം സൈസ് വരും. നമ്മൾ പോണ്ടിലേക്ക് ഇറക്കി കഴിഞ്ഞിട്ട് ഒരു 4 മാസത്തിനുള്ളിൽ നമുക്ക് ഫുൾ സൈസിൽ കിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചൊക്കെ എത്ര മാസം? ഒരു 4 മാസം പ്രായമുള്ള 4 മാസം ആകുമ്പോഴേക്കും നമുക്ക് ഫുൾ സൈസ് ആവും. നമ്മളൊരു 3 നേരം ഫീഡ് കൊടുക്കാറുണ്ട്. എന്ത് ഫുഡാണ് ഇപ്പോൾ ഇവിടെ? നമ്മൾ ചെറിയ പ്രായത്തിൽ ആർട്ടിമിയ, അത് കഴിയുമ്പോൾ ഇലാർവല കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ന്യൂട്രലയുടെ ഫീഡ് കൊടുക്കും, കാർഗിലിൻ്റെ ഫീഡ് കൊടുക്കും. അതാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന ഒരു ഫീഡ്. അപ്പോൾ നമ്മളെ ഇത് നമ്മൾ വാട്ടർ ഇപ്പം നമ്മൾ 20% വാട്ടർ മാറ്റും എന്ന് പറഞ്ഞല്ലോ. ആ 20% പോയതിന് ശേഷം നമ്മൾ ഒറ്റയടിക്ക് ആ 20% നമ്മൾ കയറ്റില്ല. ഇതേമാതിരി ടൈമർ വെച്ച് കൊടുത്തേക്കുക. ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസിൽ വെള്ളം വീഴും. നമ്മൾ അത്ര ഹൈറ്റിൽ നിന്ന് വീഴുമ്പോൾ ഓക്സിജന്റെ അളവ് കൂടും ചെയ്യും. അതിനനുസരിച്ച് വെള്ളത്തിൽ അത് അഡ്ജസ്റ്റ് ആയി കറക്റ്റ് സെറ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചറിൽ നമ്മൾ കിണറ്റി കിടക്കുന്ന വെള്ളവും ഷീറ്റിൽ കിടക്കുന്ന വെള്ളത്തിന് ടെമ്പറേച്ചർ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോർമലി മോട്ടർ ഡയറക്റ്റ് അടിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ടെമ്പറേച്ചർ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ചത്തുപോകും. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഒരു സമയത്ത് അത് ചത്തുപോകില്ല, വെള്ളം അതിൽ അഡ്ജസ്റ്റ് ആയി പൊക്കോളും. അങ്ങനെ ഉണ്ടാവും. നമ്മൾ കുറച്ച് ഇടവേളകളിലാണല്ലോ വെള്ളം ചാടിക്കുന്നത്. അപ്പം അങ്ങനെ പ്രശ്നം സംവിധാനം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. മുകളിൽ നിന്നാണ് വെള്ളം ഈ ഓരോ 4 പോണ്ടിലേക്കും വീഴുന്നത്. ഇത് കിണർ വെള്ളം തന്നെയാണ്? കിണറ്റിലെ വെള്ളം തന്നെ. ഫിൽറ്റർ ചെയ്ത വെള്ളം തന്നെ? അല്ലല്ല, നോർമലി നമുക്ക് വെള്ളത്തിന് അങ്ങനെ പ്രശ്നം. ടൈമർ സെറ്റ് ചെയ്താ? ടൈമർ സെറ്റ് ചെയ്തേക്കണം. ഒരു മണിക്കൂറിൽ വെള്ളം വരും. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോൾ എയർ വരും. അങ്ങനെയാണ് എയറും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ടൈമറാണ്. ബ്ലോവർ വെച്ചിട്ടുണ്ട്. ബ്ലോവറിൽ നിന്ന് എയർ വരും. അപ്പോൾ ഈ പോണ്ടിലുള്ള വെള്ളം എങ്ങനെ പോണത്? ഇതിൽ സെന്ററിൽ നമ്മൾ ഇതിന്റെ ഒരു സെന്റർ എന്ന് വെച്ചാൽ ഒരു കുനിൽ ഷേപ്പാണ്. നമ്മളിതിൽ വെള്ളം പുറത്ത് വാല് വെച്ചിട്ടുണ്ട്. നമ്മൾ തുറക്കുന്നതിനനുസരിച്ച് വെള്ളം പുറത്തോട്ട് പോകും. അതിനനുസരിച്ച് വെള്ളം വരും. അതേപോലെ തന്നെ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ തുറന്നു വിടുക ചെയ്യാം. വേനൽക്കാലം ആകുമ്പോൾ നമ്മൾ വെള്ളം പുറത്ത് പോകണതിൻ്റെ അവിടെ തന്നെ നമ്മൾ ഈ ഇതിൽ എന്താ പറയുക, സ്പ്രിംഗ്ലർ ഇട്ടുണ്ട്. സ്പ്രിംഗ്ലർ നമ്മൾ ഇവിടെ പറമ്പിൽ ചുറ്റും റംബൂട്ടാൻ, വാഴ, അങ്ങനെ സാധനങ്ങളൊക്കെ നനയ്ക്കാനായിട്ട് വെള്ളം ഓട്ടോമാറ്റിക് ഈ കുളത്തിൽ നിന്ന് തന്നെ എടുത്ത് സ്പ്രിംഗ്ലർ വഴി പറമ്പ് മൊത്തം നനയ്ക്കും. അങ്ങനെ ചെയ്യും. ഓട്ടോമാറ്റിക് തന്നെ വെള്ളം പോവും, വെള്ളം വരും ചെയ്യും. അപ്പൊ നമുക്ക് ഇതിൽ ആ കൂടി തീറ്റിയിടുക എന്നുള്ളൊരു ജോലി മാത്രമേ ഉള്ളൂ. ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഒന്നും നമ്മൾ ഇറേണ്ട ആവശ്യമില്ല. ഫുള്ള് മെഷീനാണ്. ഒക്കെ ടൈമർ സെറ്റ് ചെയ്തിട്ടുള്ളത്. 1 മണിക്കൂർ കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ, അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞാൽ എയർ ഓൺ ആവും. വെള്ളത്തിന് എത്ര ആഴം? പോണ്ടിന് ആഴം എത്രയാണ്? ഇതിൽ ഏകദേശം ഒരു 5 അടിക്ക് ഉണ്ട്. 5 അടി വെള്ളമുണ്ട്. അത്ര ഉണ്ടല്ലേ? 5 അടിക്ക് ഇതുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് വേനൽക്കാലത്ത് ഇവിടെ നല്ല രീതിയിൽ വെയിൽ വരും. വെയിൽ വരുമ്പോൾ വെള്ളം ചൂടാവാതിരിക്കാനായിട്ട് ഇത്തിരി കൂട്ടിയിട്ടിരിക്കുന്നു. അത്രയും ആണ്ടാകുമ്പോൾ വെള്ളം ഉണ്ടാകുമ്പോൾ വെള്ളം ചൂടാവില്ല. അതിനനുസരിച്ച് നമ്മൾ ബ്ലോവർ വെച്ചതിന് കാരണം വെള്ളം ഫുള്ളായിട്ട് മറയും ചെയ്യും. അതുകൊണ്ട് ചൂടിന്റെ ഒരു പ്രശ്നം വരില്ല. ഇത്രയും ആഴത്തിലിട്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് മറ്റേ ഏകദേശം വരാൻ തുടങ്ങിയില്ലേ? ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 HP ബ്ലോവറാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു 6 അടിയിൽ നിന്ന് സുഖമായിട്ട് വെള്ളം തള്ളി മുകളിലോട്ട് പൊന്തി ഫുള്ള് വെള്ളം റൊട്ടേറ്റ് ആവും. അതിനനുസരിച്ച് തന്നെ നമുക്ക് ഇതിലെ എയർ സർക്കുലേഷൻ എല്ലാവിടെയും കിട്ടും ചെയ്യും. ഇതിപ്പോ 4-5 സ്ഥലത്തുണ്ട്. ഇതിലൊക്കെ ഉണ്ട് വരും. എല്ലാം ഇതിൽ എയർ കൊടുക്കും. ഇതും 1 മണിക്കൂർ കഴിഞ്ഞാൽ ഓഫ് ആവും. പിന്നെ നേരത്തെ പറഞ്ഞ ആ വെള്ളം മുകളിൽ നിന്ന് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അങ്ങനെ സംവിധാനം അല്ലേ? അതാണ് ഈ പൈപ്പൊക്കെ സെറ്റാക്കി. ഈ പൈപ്പൊക്കെ അതിന് വേണ്ടിയിട്ടാണ് പൈപ്പ് ഇട്ടിരിക്കുന്നത്. എയറുള്ളതുകൊണ്ട് വെള്ളത്തിനുള്ളതുകൊണ്ട്. അവിടെ മോട്ടർ വെച്ചിട്ട് അതിൽ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൈമർ വെച്ചിട്ടുണ്ട്. 2 ടൈമർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നെൽസന്റെ കണ്ടുപിടുത്തം തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ സ്വന്തം വർക്കുകളാണ്. എല്ലാ പണികളും സ്വന്തമായിട്ട് തന്നെ ചെയ്തതാണ്. അടിപൊളി. അപ്പോൾ ഫുഡ് മാത്രം നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ ഈ മെഷീൻ നോക്കിക്കോളും. വെള്ളം ചേഞ്ച് ചെയ്യണതും എയറേഷൻ അടിക്കുന്നതും പുതിയ വെള്ളം വരുന്നതും ഒക്കെ
ഈ മെഷീൻ ചെയ്തോളൂ. എല്ലാം ടൈമർ വെച്ചിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറണ്ട് പോയാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഇല്ല, നമ്മൾ ഇതിൽ വെള്ളം കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് പോകണതിൻ്റെ അങ്ങനെ ഇവിടെ പോയാലും ഒരു 1-2 മണിക്കൂറേ പോകാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വരാറില്ല. വന്നിട്ടില്ല. ഈ ഏഞ്ചൽ ശരിക്കും വെള്ളത്തിൽ നിന്നാണോ എയറേഷൻ നടക്കുന്നത്, മുകളിൽ തന്നെയാണോ? വെള്ളത്തിൽ തന്നെ. വെള്ളത്തിൽ മുകളിൽ നിന്ന് എടുക്കൽ കുറവാണ്, കൂടുതലും വെള്ളത്തിൽ. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു എയറേഷൻ അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല. നമ്മളൊരു 5000 to 8000 പീസ് ഒരു പോണ്ടിൽ ഇടാറുണ്ട്. അത്ര ഇതിപ്പോ എല്ലാ പോണ്ടിലും ഇപ്പൊ അത്ര വരും. ഏകദേശം എല്ലാം കൂടി കണക്കുമ്പോൾ 10-20,000 പീസോളം ഉണ്ടാവും. ഓക്കെ. ആ വെള്ളത്തിന്റെ ആഴവും അതുകൊണ്ടാണ് മെയിൻ ഇതല്ലേ, 5 അടി ആഴം പറഞ്ഞാൽ വെള്ളം എത്ര ലിറ്റർ വെള്ളം ഉണ്ടാവും ഏകദേശം? ഏകദേശം ഒരു 2.5 to 3 ലക്ഷം ലിറ്റർ വെള്ളം. അത്രയും വെള്ളമുണ്ട്. അതാണ് അതിന്റെ മെയിൻ ഗുണം. ഓക്കെ. എന്തായാലും എല്ലാവർക്കും ഇത് കണ്ടു പഠിക്കേണ്ടത് തന്നെയാണത്. ഈ ഗ്രീൻ വാട്ടർ ഇപ്പൊ എന്തായാലും ആ വളരാവും. അത് നമ്മളിപ്പോ പുതിയ വെള്ളം നിറച്ചാലും 2 ദിവസത്തിനുള്ളിൽ വെയിലുള്ളതുകൊണ്ട് കുറച്ചും കൂടി ആൽഗെ കണ്ടന്റ് ഉള്ളതാണ് കുറച്ചും കൂടി നല്ലത്. കളറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരും. നന്നായിട്ട് വരാനായിട്ട് ആൽഗെ കണ്ടന്റ് ആണ് ഏറ്റവും ബെസ്റ്റ് വരുന്നത്. നമ്മളിപ്പോ ഒരു ഇൻസൈഡിലിട്ട് വളർത്തുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ വളർച്ച കൂടുതൽ കിട്ടുന്നതും ഇതേമാതിരി ആൽഗെ വാട്ടറിൽ വളർത്തുമ്പോൾ തന്നെയാണ് കളറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഇവിടുത്തെ നമ്മൾ ഇത് വലുതാക്കുന്ന ഒരു സെക്ഷനാണ്. ഇനി നമ്മൾ ബ്രീഡിംഗ് സെക്ഷൻ നമ്മൾ സെപ്പറേറ്റ് പെയർ തിരിക്കുന്ന സെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വീടിനോട് അടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബ്രീഡിംഗ് യൂണിറ്റ്. ഇതില് എവിടെ നിന്നുണ്ടായി പോയതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു താഴത്തെ സെക്ഷനിൽ ഫുള്ള് പെയറുകളാണ്. അത് ഇത് പിനോയ് ബ്ലൂ ഏഞ്ചൽ. കണ്ടത് പിനോയ് ബ്ലൂ ഏഞ്ചൽ. ഇത് കോഴിയുടെ ഒരു വെറൈറ്റി തന്നെയാണ്. കോഴിയുടെ പെയറാണ്. അങ്ങനെ നമ്മളിതിൽ ഓരോന്നിലും ഓരോ വെറൈറ്റീസിലാണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ മുകളിലത്തെ സെക്ഷനിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഇടുന്നൊരു സെക്ഷനാണ്. കുഞ്ഞുങ്ങളിപ്പോൾ കുറച്ചായി വന്നിട്ടുണ്ട്. ഇത് പ്ലാറ്റിനം വെയിറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ്. മൈനൂട്ട് കുഞ്ഞുങ്ങളായി വരുന്നതാണ്. ഇത് നമ്മളിപ്പോൾ ഒരു 10 ദിവസം ദിവസമായിട്ടുള്ളൂ. പ്ലാറ്റിനം വെയിറ്റിൻ്റെ ഉണ്ട്. ഇതിലിപ്പോൾ ഏകദേശം ഒരു 300 to 600 അടുത്തുണ്ടാവും. ഇതിപ്പോ എങ്ങനെയാണ് കുഞ്ഞുങ്ങളിലേക്ക് ആയതിപ്പോ? ഇത് നമ്മൾ ഇതിൽ ഓരോ പെയറിൻ്റെ ഇതിലേക്കും നമ്മൾ ഒരു പൈപ്പ് അല്ലെങ്കിൽ ടൈൽ വെച്ച് കൊടുക്കും. അതിൽ ഒരു മുട്ടയിടുന്നതനുസരിച്ച് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വെച്ച് വിരിയിക്കുക ചെയ്യാം. ടൈൽ എടുത്തിട്ട് ഇങ്ങനത്തെ വലിയ ഗ്ലാസ് ടാങ്കുകളിൽ വെച്ച് വിരിയിച്ചെടുക്കുക ചെയ്യാറ്. പിന്നെ പെയർ അവിടെ തന്നെ എല്ലാം അത് ടൈൽ എടുക്കുന്നതനുസരിച്ച് അവിടെ വേറെ ടൈൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഒരു മാസത്തിൽ നമുക്കൊരു 2 പ്രാവശ്യത്തിനടുത്ത് മുട്ടയിട്ട് കിട്ടും. ചില പേരിൽ നിന്ന് 3 പ്രാവശ്യം കിട്ടുന്നുണ്ട്. എന്നാലും ഒരു മിനിമം 2 പ്രാവശ്യം എന്തായാലും കിട്ടും. നമ്മളൊരു 8 to 9 ദിവസത്തിനുള്ളിൽ അവർ ആക്റ്റീവായി തുടങ്ങും. വിരിഞ്ഞ് കുഞ്ഞായി തുടങ്ങും. പിന്നെ ആർട്ടീമിയ സ്റ്റേജ് ആണ്. ആർട്ടിമി കൊടുക്കുന്നത് നമ്മളൊരു 9 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആർട്ടിമി കൊടുത്തോളൂ. എത്ര നേരം കൊടുക്കുക അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ? നമുക്കൊരു 3 to 4 നേരമാണ് നമ്മൾ ആർട്ടിമി കൊടുത്തിരിക്കുന്നത്. ആർട്ടിമി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് ടാങ്കിലേക്ക് മാറ്റാനുള്ള സൈസ് എത്ര ദിവസം കഴിയും? നമ്മളൊരു 30 ദിവസം 35 ദിവസത്തിനുള്ളിൽ നമ്മൾ ടാങ്കുകളിലോട്ട് മാറ്റും. നമുക്ക് ഫുള്ള് റിക്കവർ ആയി കിട്ടുമോ ഈ കുഞ്ഞുങ്ങൾ മൊത്തം? ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് കിട്ടാറുണ്ട്. കുറച്ചൊരു 10-15 വെച്ച് ചത്തുപോകും. അത് ഓരോ പെയറിന്റെ അനുസരിച്ചാണ്. ചില പെയറുകളിൽ നിന്ന് മൊത്തമായിട്ട് കിട്ടും. ചില ഇതിന് ചിലപ്പോൾ ഒരു 50% ചത്തു പോകുന്ന പെയറുകളുണ്ടാവും. അത് ഓരോ പെയറിന്റെ അനുസരിച്ചിട്ടാണ്. നല്ലൊരു 90% നമുക്ക് കിട്ടും. കിട്ടും. ഇനി നമുക്ക് ഇതേമാതിരി തന്നെ പെയറാക്കാനായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. പിന്നെ പിടിച്ച് കണ്ടീഷൻ ചെയ്യുന്ന ഏരിയ ഉണ്ട്. പെയറുകളുടെ ഏരിയ തന്നെ കുറച്ചും കൂടി ഉണ്ട്. ഇത് നമ്മൾ ഓരോ പെയർ തിരിക്കുന്ന ഒരു സെക്ഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ വെറൈറ്റീസിനാണ് നമ്മൾ സെപ്പറേറ്റ് കൊണ്ടുവന്നിട്ട്. ഇപ്പോൾ ഈ തിരിഞ്ഞിരിക്കുന്ന ഒരു പെയറാണ്. ഇവർ മൊത്തത്തിൽ അങ്ങനെ തിരിഞ്ഞിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ സെപ്പറേറ്റ് തിരിഞ്ഞ് നിൽക്കും. തിരിഞ്ഞു നമ്മൾ അത് നോക്കി നിന്ന് പിടിച്ച് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ അക്വേറിയങ്ങളിലേക്ക് ആക്കും. ഒതുങ്ങി നിൽക്കും. ഇത് ബ്ലൂ ഏഞ്ചലാണ്. നിന്നത് മെയിലായിരുന്നു. അങ്ങനെ എല്ലാത്തിലും ഓരോരോ വെറൈറ്റി. ഇതിലിപ്പോ ഒരു 30 പീസിന്റെ അടുത്തുണ്ട്. 30 പീസ് ഇട്ടിട്ട് നമ്മൾ അതിൽ നിന്ന് പിടിച്ചെടുക്കുക ചെയ്യാം. അല്ലല്ല, നമ്മൾ ഏകദേശം ഒരു നല്ല ക്വാളിറ്റി ചിറക്, ഫിന്ന് വാല് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്
സെപ്പറേറ്റ് എടുക്കുക ചെയ്യാറ്. അങ്ങനെ എടുത്തിട്ട് നല്ല നോക്കി സെലക്ട്. ഇത് പ്ലാറ്റിനം വൈറ്റ്. ഇതിലിപ്പോൾ ഏതെങ്കിലും മാറിയിട്ടുണ്ടോ അങ്ങനെ? അത് ആ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. ആ സൈഡിലുണ്ട്, അറ്റത്തെ സൈഡിലുണ്ട്. ആ അങ്ങനെ നിൽക്കണതിന് നമ്മൾ പിടിച്ച അക്വറിയത്തിലൊക്കെ ചെയ്യാം. എത്ര ദിവസം കൊണ്ട് അവരിങ്ങനെ മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾ? അത് നമ്മൾ അവിടെ നിന്ന് വലിയ ബ്രീഡിംഗ് സൈസിൽ കൊണ്ടുവന്നിട്ട് മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ സെപ്പറേറ്റ് ആയിട്ട് തിരിഞ്ഞ് നിൽക്കും. വേറെ പിടിച്ച് ഗ്ലാസ് ടാങ്കിലേക്ക് ഇടും. അവിടെ നിന്ന് അവർ ബ്രീഡും. പിന്നെ കൺഫേം ആയിട്ട് അവരായിട്ട് തിരിഞ്ഞിരിക്കുന്നത് നമുക്ക് പ്രോപ്പർ എല്ലാം കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ എഗ് ചെയ്ത് കിട്ടുന്നതാണ്. എത്ര എടുക്കലുണ്ട് ഒരു മാസം നമുക്കൊരു 2 പ്രാവശ്യം ഒരു പെയർ എഗ് ചെയ്ത് കിട്ടാറുണ്ട്. പിന്നെ എടുക്കോ? ഇല്ല, 2 പ്രാവശ്യം നമുക്ക് മാക്സിമം എഗ് ചെയ്ത് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത മാസം അങ്ങനെ എല്ലാ മാസം എഗ് ചെയ്ത് കിട്ടും. അങ്ങനെ എത്ര വരെ എടുക്കും സാധാരണ? നമ്മളൊരു 6 മന്ത് യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വേറെ പെയറിനായി ചെയ്യാറ് പതിവ്. ഇത് കോയി ഏഞ്ചലാണ്. കോയി ഏഞ്ചൽ. ക്യാമറ കൊണ്ട് പേടിച്ചു പോയില്ലേ? നമ്മൾ പതിയെ വന്ന് മാറി നിൽക്കുന്നത് നോക്കി കുറച്ചേരം സ്പെൻഡ് ചെയ്യണം അതിന്റെ പിന്നിൽ. അങ്ങനെ സ്പെൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാലാണ് അവർ മാറി മാറി നിൽക്കുന്നതനുസരിച്ച് പിടിച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളൊരു 7 അടി നീളം 4 അടി വീതിയാണ്. വെള്ളം നമ്മൾ ഒരു ആവറേജ് പകുതിയോളം നിറച്ചിടാറുണ്ട് സാധാരണ. അത്ര മതി. അത് നമുക്ക് പിടിച്ചെടുക്കാൻ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് നിറച്ചിരുന്നത്. എയറേഷൻ കൊടുത്തിടും. നമ്മൾ ടെട്രാബൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫീഡാണ് കൊടുക്കാറ് കൂടുതലായിട്ടും. പയറ് ക്വാളിറ്റി ഫുഡാണ് കൊടുക്കാറ്. പിന്നെ ബ്ലഡ് ബേം അങ്ങനെ 1-2 ഫീഡുകൾ. ഇത് പ്ലാറ്റിനം വൈറ്റ് ആണ്. ഇതിപ്പോൾ മുട്ടിട്ടിരിക്കുന്ന ഒരു പെയറാണ്. മുട്ടിട്ട് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ മാറ്റി വെച്ച് അത് ചിലത് നമുക്ക് ഫംഗസ് പോലെ വന്ന് പോകും. അത് വിരിയില്ല. മറ്റുള്ളത് അതെല്ലാം വിരിഞ്ഞ് കിട്ടും. അപ്പം നമ്മൾ ഒരു 200 മുട്ട ഇടുവാണെങ്കിൽ ചിലപ്പോൾ അതിലൊരു 10-15 എണ്ണമൊക്കെ നമുക്ക് അതങ്ങനെ ആയിപ്പോവും. ഇത് നമ്മൾ മാറ്റി വയ്ക്കുക ചെയ്യാറ്. എടുത്ത് ഈ ടൈലെടുത്ത് വേറെയിലേക്ക് വെച്ച് വിരിയിക്കുക ചെയ്യാറ്. ഇപ്പൊ നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഇതിൽ തന്നെ ഇരുന്ന് വിരിഞ്ഞോളും. കുഞ്ഞുങ്ങളെ കഴിക്കൊന്നുമില്ല. ഇല്ല, കുഞ്ഞുങ്ങളെ കഴിക്കൊന്നുമില്ല. നമ്മൾ ഇതിൽ തന്നെ ഇരുന്ന് വിരിയുവാണെങ്കിൽ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ മുട്ട ഇടുമ്പോൾ ചിലപ്പോൾ ഒരു 1.5 മാസം കഴിഞ്ഞതിന് ശേഷം ഗ്യാപ്പ് വരും മുട്ടയിടാനായിട്ട്. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവർ ജസ്റ്റ് ഒരു 12 to 15 ദിവസത്തിനുള്ളിൽ പിന്നെയും എഗ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് അനങ്ങി തുടങ്ങിയതുണ്ട്. നമുക്കത് കാണാം. പ്ലാറ്റിനം വൈറ്റിൻ്റെയാണ്. ഇത് നമ്മൾ ജസ്റ്റ് മുട്ട എടുത്ത് വെച്ചില്ല, മാറ്റി വെക്കാണ്ടിരിക്കുന്ന ഒരു പെയറിൻ്റെയാണ്. ഇതിപ്പോൾ നമ്മളൊരു മുട്ട ഇട്ടിട്ട് ഒരു 5 ദിവസത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇത് ജസ്റ്റ് വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരു മൂവ്മെൻ്റ് ആയി തുടങ്ങി അവർക്ക്. ജസ്റ്റ് ഒരു 7-8 ദിവസം കൊണ്ട് ഇത് ഫുള്ള് നിലത്ത് വീഴും. നിലത്ത് വീണതിന് ശേഷം ഒരു പതിയെ ഓടി തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ RTMA ഫീഡ് ചെയ്ത് തുടങ്ങും. ഇല്ല, ഇപ്പം അവരുടെ ഇതിൽ തന്നെ ഫുഡ് ഉണ്ട്. ഓടി തുടങ്ങുന്നതിന് ശേഷം മാത്രം നമ്മൾ ഫുഡ് കൊടുത്തു തുടങ്ങിയാൽ മതി. നമ്മളിപ്പോ കൈ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു അറ്റാക്ക് ചെയ്യാൻ വരും. കുഞ്ഞുങ്ങൾ തന്നെ ഗപ്പിനേക്കാളും ചെറിയ കുഞ്ഞുങ്ങളാണ്. പിന്നെ പുറത്തേക്ക് ആടും. അത് ഈ വിരിയണനുസരിച്ച് താഴേക്ക് വീഴും. താഴേന്ന് വീണ് കഴിഞ്ഞിട്ട് പതിയെ ഓടി തുടങ്ങുക ചെയ്യാം. പിന്നെ മൊത്തത്തിൽ നീന്തി നടക്കുന്ന സമയത്ത് നമ്മൾ RTMA ഫീഡ് ചെയ്ത് കൊടുക്കും. അവര് അത് എഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ചുറ്റിപ്പറ്റി അവർ നിൽക്കും. നമ്മളിപ്പോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരും. 2 പേരും അവിടെ ഉണ്ടാവും എപ്പോഴും. ഇതിൽ ഏകദേശം ഒരു 300 എണ്ണത്തിന് അടുപ്പിച്ചുണ്ടാവും. 300 അടുത്തുണ്ടാവും. ഇങ്ങനത്തെ ടൈൽ തന്നെ വെക്കണം. നമ്മളെ ടൈലും പൈപ്പും യൂസ് ചെയ്യാറുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ടൈലാണ് നമുക്ക്. നമ്മുടെ റിസൾട്ടിൽ നിന്ന് കുറച്ചും കൂടി നമുക്ക് മുട്ട ഇട്ട് കഴിയുമ്പോൾ ആ ടൈൽ എടുത്തിട്ട് നമ്മൾ വേറെ അക്വേറിയത്തിൽ വെച്ച് വിരിയിക്കും. ഇവര് ജസ്റ്റ് ഒരു 10-15 മിനിറ്റിനുള്ളിൽ മുട്ടയിട്ട് തീർക്കും. മാറ്റി വെക്കും. നമ്മൾ മുട്ടയിട്ട് ഒരു 1 hour കഴിഞ്ഞ് കഴിയുമ്പോൾ എടുത്ത് മാറ്റി വെക്കും. ഇത് പ്ലാറ്റിനം വൈറ്റ് നമ്മൾ ഇതിൽ തന്നെ വിരിയിച്ചതാണ്. ടൈലെടുത്ത് വെക്കാത്തോട്ട് ഇതിൽ തന്നെ വിരിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നതാണ്. ഇത് നമ്മൾ കുറച്ച് ഇത്തിരി കൂടി വലുപ്പമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ കുഞ്ഞിനെ സെപ്പറേറ്റ് ട്യൂബ് വെച്ച് വലിച്ചെടുത്ത് വേറെ അക്വേറിയത്തിൽ അങ്ങനെ ചെയ്യാറ്.
നമ്മൾ നോർമലി നെറ്റ് കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ഡെഡായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം ചെറിയ ട്യൂബ് എടുത്തിട്ട് ഒരു ചെറിയൊരു ബേസിലേക്ക് എടുത്തിട്ട് നമ്മൾ വേറെ അക്വേറിയത്തിൽ വെച്ച് ആ ടീം പരസ്പരം കളർ മാറി ചേഞ്ചിലുണ്ടോ? ഇപ്പോൾ വേറെ പ്ലാറ്റിനം മാർബിളും ഈ പ്ലാറ്റിനും പരസ്പരം വ്യത്യസ്ത ബ്രീഡായിട്ട്? ഇല്ല, നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മളെല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റ് പോകും അല്ലേ? നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ അതാത് പേരാ ചെയ്യാം. അല്ല ഈ വേറെ കളറും കാര്യങ്ങളൊന്നും കിട്ടണം എന്ന് നോക്കിയിട്ടില്ല. ഇല്ല, നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമുക്ക് കൂടുതലും എൻക്വയറി ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അതായത് പെയറായിട്ട് ഒരൊറ്റ വെറൈറ്റി. ഇപ്പോൾ പ്ലാറ്റിനമായിട്ടും മാർബിളും മിക്സ് ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ ചില കുഞ്ഞുങ്ങൾ വെറൈറ്റി ആയിട്ട് വരും. പക്ഷെ എന്നാലും മാർക്കറ്റ് ഉണ്ടാവില്ല. നമ്മളെ വെറുതെ രസത്തിനേ പറ്റുള്ളൂ. നമുക്ക് നമ്മളെ അപേക്ഷിച്ച് നമുക്ക് കൂടുതലും എൻക്വയറി കറക്റ്റ് പെയേഴ്സാണ്. അല്ല കറക്റ്റ് ഇപ്പോൾ പ്ലാറ്റിനമായിട്ട് ആണെങ്കിൽ ആ പ്ലാറ്റിനമായിട്ട് മാത്രം തന്നെയാണ് നമുക്ക് എൻക്വയറി ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളെല്ലാ അതാത് പെയർ തന്നെയാണ്, അതാത് ഏഞ്ചലിനെയാണ് പെയറാക്കാൻ ഇടാറുള്ളൂ. ഇത് നമ്മൾ കൊടുക്കാനായിട്ട് കണ്ടീഷൻ ചെയ്യാനായിട്ട് ഇരിക്കുന്നതാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പോണ്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് ജസ്റ്റ് നമ്മളൊരു 3-4 ദിവസം ഇതിലിട്ട് വാട്ടർ ക്വാളിറ്റി കാര്യങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് കണ്ടീഷൻ ചെയ്തിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് എല്ലാ വീക്കിലിയും നമുക്കിത് സെയിലുണ്ട്. അപ്പോൾ നമ്മളിതിൽ കണ്ടീഷൻ ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്നതാണ്. ഇത് നമ്മൾ നോർമലി പിടിച്ച് ചെറിയൊരു മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കുക ചെയ്യുന്നത്. വാട്ടർ ചേഞ്ചാണ് പ്രോപ്പർലി നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും ഇത്ര % വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഒരു ലെവലാക്കിയിട്ടാണ്. പിന്നെ നമ്മൾ പിടിക്കുമ്പോൾ ചെറിയ ചെറിയ പോറലുകൾ കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് സെയിൽ ചെയ്ത് വിടാം. കിട്ടണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പീസ് ഒറ്റണം പോലും ഡെഡായി പോകില്ല. നമ്മൾ ഡയറക്റ്റ് പോണ്ടിൽ നിന്ന് പിടിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ 1-2 ചത്തുപോകും. ഇതേമാതിരി കണ്ടീഷൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂസ് വരില്ല. വെറൈറ്റി പിടിച്ചിട്ടിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ തിങ്കളാഴ്ച നമുക്ക് കുറച്ച് സെയിലുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പിടിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് മാർബിൾ ഏഞ്ചലാണ്. മാർബിൾ ഉണ്ട്. ഇത് കൊടുക്കാൻ വേണ്ടി കൊടുക്കാണ്ടിരിക്കുന്നതാണ്. മാർബിൾ പ്ലാറ്റിനം വൈറ്റ് ഉണ്ട്. പിന്നെ കോയി ഏഞ്ചൽ ഉണ്ട്. പിന്നെ പിടിക്കാൻ ഭയങ്കര ഈസി അല്ലേ? ഏഞ്ചലിനെ സംബന്ധിച്ച് ഭയങ്കര സിമ്പിളാണ്. ഈ മറ്റുള്ള മീൻ ഇത് ഏഞ്ചലിന്റെ കോയി ഏഞ്ചലിന്റെ വെറൈറ്റി ആണ്. അത് ബ്ലൂ ഏഞ്ചലിന് തന്നെ സെപ്പറേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇത് ബ്രീഡിംഗ് സൈസ് ആയതിനെ നമ്മൾ ആ ഒരു റേഞ്ച് നമ്മൾ സെപ്പറേറ്റ് ബ്രീഡിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ സെപ്പറേറ്റ് പെയറായിട്ട് തിരഞ്ഞെടുക്കും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കൊടുക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് നമ്മൾ പ്ലാറ്റിനം വൈറ്റ് തന്നെ കൊടുക്കാനായിട്ട് കണ്ടീഷൻ ചെയ്യായിട്ടിരിക്കുന്നതാണ്. പ്ലാറ്റിനം വൈറ്റിൻ്റെ ഒരു ഇതും ആവറേജ് ഒരു സൈസിലുള്ള ഒരു ഐറ്റമാണ്. ഒരു ആവറേജ് സൈസ് കണ്ടീഷൻ ചെയ്യായിട്ടിരിക്കുന്നതാണ്. നല്ല തിളക്കം. പ്ലാന്റ് ടാങ്കിൽ ഇത് സൂപ്പർ ആയിരിക്കും ഇട്ട് കഴിഞ്ഞാൽ. ഇത് DD ബ്ലാക്കിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. DD ബ്ലാക്കിൻ്റെ നല്ല കളർഫുൾ ആയിട്ട്. ഇത് വലിയ സൈസാണല്ലോ. ഇത് വലിയ സൈസാണ്. നമ്മൾ കൊടുക്കാനായിട്ട് കണ്ടീഷൻ ചെയ്തിരിക്കുന്നത് BSP എന്ന് പറയും, ബൾഗറിയൻ സെയിൽ പോയിന്റ്. ഇതെടുക്കാത്തൊരു വെറൈറ്റിയാണ്. നമുക്ക് ആ വലിയ പോണ്ടിൽ നിന്ന് തിരഞ്ഞെടുക്കാനായിട്ടൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളത് പെട്ടെന്ന് നമ്മൾ വെള്ളം കുറയ്ക്കുന്ന സമയത്ത് കൊടുക്കാനുള്ള ബൾഗറിയൻ സീൽ പോയിന്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് ഫുള്ളും ബൾഗറിയൻ സീൽ പോയിന്റ് എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. ഇത് നമുക്ക് പെയർ ചെയ്യാനും അങ്ങനെ എല്ലാ കാര്യത്തിനും ഷെയ്ഡിന്റെ ഫിന്നുമേ ആയിട്ടാണ് ഇതിന്റെ കളർഫുൾ. അക്വേറിയത്തിൽ ഇട്ടാലാണ് ഇതിന്റെ കറക്റ്റ് ലുക്ക് വൈസ് നമുക്ക് അറിയാൻ പറ്റാം. ഇത് നല്ലൊരു വെറൈറ്റീസാണ് നമുക്ക് അക്വേറിയത്തിൽ ഭംഗിക്ക് ഇടുവാനായിട്ട്. ഇതും നല്ലൊരു വെറൈറ്റിയാണ്. കാണാൻ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഗ്ലാസ് ടാങ്ക്. അതിൻ്റെ ഫിന്നുമ്മയാണ് ഇതിൻ്റെ കളർ ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്നത്. ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇത് കാണുന്നത്. ഇതെല്ലാം വലിയ സൈസാണ്. നമ്മൾ കൊടുക്കാനായിട്ട് കണ്ടീഷൻ ചെയ്യാനായിട്ടിരിക്കുന്നതാണ്. ഇത് കോഴിയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഒരു മീഡിയം സൈസ് നമ്മളിത് കൊടുക്കാനായിട്ട് കണ്ടീഷൻ ചെയ്യായിട്ടിരിക്കുന്നതാണ്. ഒരു മീഡിയം സൈസിലുള്ള ഇത് ബ്ലൂ ഏഞ്ചലിൽ തന്നെ വരുന്നൊരു പാറ്റേൺ കുറച്ച് വ്യത്യാസമുള്ളതാണ്. ഇതിൻ്റെ ഷെയ്ഡിങ് കാര്യങ്ങളും കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ബ്ലൂ ഏഞ്ചലിൽ ഇത് കുറച്ചും കൂടി ഇതിൻ്റെ വാലും ഫിന്നും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കളർഫുള്ളാണ്. വലിപ്പം സൈസും ഇത് കുറച്ചും കൂടി വെറൈറ്റിയാണ്. ഇത് അത്യാവശ്യം സൈസും വരുന്ന ഒരു റേഞ്ച്. അത് കുറച്ചും കൂടി നല്ല ഷെയ്ഡ്. നമ്മളിപ്പോൾ വല കൊണ്ട് പിടിച്ചപ്പോൾ ചെറുതായിട്ട് പോറലായി ചെതമ്പൽ പൊളിഞ്ഞു പോകുന്ന തുടങ്ങി.
സൈഡ് വ്യൂ നല്ല രസമാണ്. ഇത് വലിയ സൈസാണല്ലോ. ഇത് നമ്മൾ കൊടുക്കാനായിട്ടിരിക്കുന്നതാണ്, കണ്ടീഷനിങ് ആയിട്ട്. ഗ്രീൻ പിനോയി എന്ന് പറഞ്ഞൊരു ഐറ്റം തന്നെയാണ്. ഗ്രീൻ പിനോയി നമ്മൾ കണ്ടീഷനിങ് ആയിട്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ മുട്ടയിട്ടിട്ടുണ്ട്. അതെ, ഈ സൈഡിൽ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്. അതവിടെ മുട്ട വെച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ ജസ്റ്റ് ഒന്ന് കൊത്താൻ വരുന്നത് നമ്മളെ. കണ്ടീഷൻ ചെയ്യുമ്പോൾ ഒരു മുട്ട ഇതാണ് പേരാണത്. അതാണ് നമ്മൾ എടുക്കാൻ വരുമ്പോൾ ചെറിയൊരു അറ്റാക്ക്മെന്റ് കാണിക്കുന്നതാണ്. ഇവിടെ സൈഡിൽ എഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് നമ്മൾ ഈ പ്രോപ്പറായിട്ട് വെക്കുകയാണെങ്കിൽ അതിന് കുറച്ച് വിരിഞ്ഞ് കിട്ടും. പക്ഷെ നമ്മൾ അങ്ങനെ എടുക്കാറില്ല. നിറച്ചുണ്ടല്ലോ. ഇത് മാർബിൾ വേൾ ടൈൽ. മാർബിളിന്റെ വേൾ ടൈൽ. എന്താ ടൈലിൻ്റെ അല്ലേ? ഇത് അത്യാവശ്യം വലുപ്പം വരുന്നതിനനുസരിച്ച് ടൈല് നല്ല രീതിയിൽ വലുതായി വരും. ഓക്കെ. ഓക്കെ, ഇത് കണ്ടീഷൻ ചെയ്യാൻ വെച്ചാൽ കണ്ടീഷൻ ചെയ്യായിട്ടിരിക്കുന്നതാണ്. ഇതും നമ്മൾ പെയർ സൈസ് തന്നെയാണ്. പെയർ ചെയ്തിട്ടിരിക്കുന്നതാണ് ബ്രീഡ് ആവാനായിട്ട്. ഇത് കുഞ്ഞായിട്ട് നിൽക്കുന്നതാണ്. ഇത് മാർബിളാണ്. മാർബിൾ കുഞ്ഞ് വിരിഞ്ഞിട്ടിരിക്കുന്നതാണ്. നമ്മൾ 2-3 ദിവസം കുറച്ച് തിരക്കായതിൻ്റെ പേരിൽ മുട്ട എടുത്ത് വയ്ക്കാൻ പറ്റില്ല. ഇതിൽ ടൈല് വെച്ച് കൊടുത്തില്ല. അപ്പോൾ ഇവർ ഇതിൽ തന്നെ എഗ് ചെയ്ത് മുട്ടയിടുന്നതാണ്. ഇത് ഏകദേശം ഒരു 700 to 800 അടുത്തുണ്ടാവും. കുഞ്ഞുങ്ങളുണ്ടാവും ഇതിൽ. എത്ര ദിവസമായി ഇപ്പോൾ? ഇതിപ്പോൾ ഒരു 3 ദിവസത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇതാണ്. ഇത് മെയിൽ ഫീമെയിൽ? ഇത് മെയിലാണ്. ചെറിയ സൈസാണ് ഫുള്ള് കുഞ്ഞുങ്ങളാണ്. മാർബിൾ വെറൈറ്റീസ് നമുക്ക് അത്യാവശ്യം കുഞ്ഞുങ്ങൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് മാർബിളിൻ്റെ തന്നെ ഒരു സൂപ്പർ വേൾ ടൈൽ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. കല്ലൊക്കെ വെച്ച് കൊടുക്കില്ല മൂട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഈ ടൈൽ വെച്ച് കൊടുത്ത ഒരു ടൈലും ഗെയിം. നല്ല ടൈലുണ്ടല്ലോ. ഇത് അത്യാവശ്യം വലുതായി കഴിഞ്ഞാൽ അത്യാവശ്യം ഫുൾ ടൈല്. മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ടൈൽ അടിയിലോട്ട് മുട്ടാവുന്ന ഒരു സൈസിൽ ടൈൽ വരുന്ന ഒരു ഐറ്റമാണ്. മെയിൽ ഫീമെയിൽ. ഇത് പ്ലാറ്റിനം വൈറ്റ് ആണ്. പെയർ ആയിട്ടിരിക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് 1-2 പെയർ ഇതിൽ മാർബിളുള്ളൂ. ബാക്കി ഫുള്ളും പ്ലാറ്റിനം വൈറ്റ് ആണ് ചെയ്തിരിക്കുന്നതിൽ. നമുക്ക് കുറച്ച് എൻക്വയറി കൂടുതൽ വന്ന സമയത്ത് നമ്മളിത് ഫുള്ള് പ്ലാറ്റിനം വൈറ്റ് ചെയ്തതാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാം പ്ലാറ്റിനം വൈറ്റ് തന്നെയാണ്. എല്ലാ അക്വേറിയങ്ങളിലും പ്ലാറ്റിനം വൈറ്റ് തന്നെയാണ്. അത് നമുക്കൊരു ടീം ഒരിടയ്ക്ക് കുറച്ച് അധികം പ്ലാറ്റിനം വൈറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം ഒരു 40 ഗ്ലാസ് ടാങ്ക് ഉണ്ട്. അപ്പോൾ ഒരു 40 പെയറിൻ്റെ അടുത്ത് ഇത് 40 പെയറോളം പ്ലാറ്റിനം വൈറ്റ് ഉണ്ട്. ഇത് കോഴിയാണ്. കോഴിയുടെ ഒരു പെയറാണ്. കോഴി മൊത്തത്തിൽ നല്ലൊരു വെറൈറ്റിയാണ്. നമുക്ക് ഗ്ലാസ് ടാങ്കിൽ ഇടുമ്പോൾ തന്നെ ഒരു വെറൈറ്റി സാധനമാണ്. ഇവർ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന പേരാണ്. നമുക്ക് മുട്ടയിട്ട് കിട്ടുന്നതാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഏഞ്ചൽ ഇത്രയും വെറൈറ്റികൾ കണ്ടു. അപ്പോൾ ഇവിടെ വന്ന് എടുക്കലുണ്ടോ കൊറിയർ? ഇവിടെ വന്ന് മേടിക്കും? ഇവിടെ വന്ന് മേടിക്കും. നമ്മളൊരു 10,000 മുകളിലാണെങ്കിൽ നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. നമ്മളിപ്പോൾ ഒരു എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് അങ്ങനെ 2-3 നമ്മുടെ തൃശ്ശൂരിന് തൊട്ടടുത്ത് എടുക്കുന്ന ജില്ലകളിലാണെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാം. അല്ലെങ്കിൽ ഇവിടെ വന്ന് എടുത്തിട്ട് പോകും. പിന്നെ നമ്മൾ കൂടുതൽ നമ്പേഴ്സ് ഇപ്പോൾ ഒരു 1000 എണ്ണൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ആയാലും നമ്മൾ എത്തിച്ചു കൊടുക്കും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ നെൽസന്റെ ഈ ഒരു ഏഞ്ചലിന്റെ ഫാം? നമ്മൾ എത്ര 8-9 വെറൈറ്റി നോക്കിയല്ലേ? വലിയ സൈസിലുണ്ട്, ചെറിയ സൈസിലുണ്ട്, ബ്രീഡിങ് സൈസിലുള്ള ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് ഇവിടെയാണ് ബ്രീഡ് ചെയ്യിച്ച് കൊടുത്ത ഈ വലിയ വലിയ കുളങ്ങളിൽ ഇട്ടിട്ടുള്ളത് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളർത്തുന്നവർക്കും ഈസിയാണ്. അധികം അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും വരില്ല. അപ്പോൾ ഇഷ്ടം പോലെ ഏഞ്ചലുകൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടു. അത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഈ ഒരു ഫാമിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. 10 എല്ലാവർക്കും ബൈ.